Hello everyone, welcome to Learning. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓസിലേറ്ററിന്റെ റിവിഷൻ ആണ് നോക്കുന്നത്. ഓസിലേറ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ റിവിഷൻ, ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആംപ്ലിഫയറിന്റെ റിവിഷൻ ആയിരുന്നു. ആംപ്ലിഫയറിന്റെ റിവിഷന്റെ ഒരു ചെറിയ പോർഷൻ, നമ്മുടെ ഫീഡ്ബാക്കിന്റെ പോർഷൻസ് അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ നമുക്കൊന്ന് ഇപ്പം നോക്കാം. ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. സോ എന്തിനാണ് ഒരു ഫീഡ്ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സാധാരണ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ഒരു സിഗ്നൽ കൊടുത്താൽ അതിന് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഒരു ആംപ്ലിഫൈഡ് വേർഷൻ കിട്ടും. പക്ഷേ ഈ ആംപ്ലിഫയർ ഒരിക്കലും അതിൻ്റെ ഇൻപുട്ട് കിട്ടുന്ന ഈ സിഗ്നൽ അതൊരു ഇൻഫർമേഷൻ ആണോ അല്ലെങ്കിൽ നോയിസ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാറില്ല. ഇതിൻ്റെ ഇൻപുട്ടിൽ എന്താണോ കിട്ടുന്നത് അതിനെ അങ്ങ് ആംപ്ലിഫൈ ചെയ്ത് വിടുകയാണ് ആംപ്ലിഫയർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ്റെ കൂടെ ഒരു നോയ്സും കയറി വരാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഇൻഫർമേഷനൊപ്പം തന്നെ നോയ്സും ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ തിരിച്ച് ഇൻപുട്ടിലോട്ട് കൊടുത്ത് അതിൻ്റെ കമ്പാരിസൺ നടത്തിയിട്ട് പിന്നെ അതിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നോയ്സ് ഡിസ്റ്റോഷൻസ് ഒക്കെ കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഫീഡ്ബാക്കിൻ്റെ ഒരു ചെറിയ ബ്ലോക്ക് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്ന സിഗ്നൽ സോഴ്സ് ആണ്. ദെൻ അവിടെ ഒരു മിക്സഡ് നെറ്റ്വർക്ക് വരുന്നുണ്ട്. ഈ മിക്സഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ സിഗ്നൽ സോഴ്സും ഈ ഫീഡ്ബാക്കും തമ്മിൽ മിക്സ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ദെൻ നമ്മുടെ ആംപ്ലിഫയർ കഴിഞ്ഞ് സാമ്പിൾ നെറ്റ്വർക്ക് വരുന്നുണ്ട്. സാമ്പിൾ നെറ്റ്വർക്കിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ എത്ര പോർഷനാണ് തിരിച്ച് ഫീഡ്ബാക്കിലോട്ട് പോവേണ്ടത് തീരുമാനിക്കുന്ന സാമ്പിൾ നെറ്റ്വർക്കാണ്. സോ ഇവിടെ നിന്ന് ഒരു സാമ്പിൾ നെറ്റ്വർക്ക് വരുന്നു, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലോട്ട് വരുന്നു. ദെൻ ഇവിടെ വെച്ചിട്ട് തിരിച്ചത് വീണ്ടും മിക്സഡ് നെറ്റ്വർക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് വെച്ചിട്ട്. സോ ഇതിൽ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ രണ്ടാക്കി തിരിക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നും. എന്തിൻ്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ ഇവിടെ വന്നിട്ട് സിഗ്നൽ സോഴ്സുമായിട്ട് ആഡ് ചെയ്യപ്പെടുകയാണോ സബ്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നതാണോ എന്ന് ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നും നമ്മൾ രണ്ടാക്കി തിരിക്കുന്നത്. അപ്പം ഈ സിഗ്നൽ രണ്ടും തമ്മിൽ ആഡിഷൻ നടക്കുന്നെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇല്ല സബ്ട്രാക്ഷൻ നടക്കുന്നെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിളിംഗ് നെറ്റ്വർക്ക് ഇല്ലേ, ഇതിൽ നിന്നും സിഗ്നൽസ് വരുമ്പോഴത്തേക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിഗ്നൽ സോഴ്സിന്റെ ഇൻ ഫേസ് ആയിട്ട് തന്നെയായിരിക്കും ഈ പോസിറ്റീവ് ഫീഡ്ബാക്കും പോവുക. അപ്പം ഇവർ തമ്മിൽ ചേരുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ ആഡ് ആയിട്ടൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ആംപ്ലിഫയറിലോട്ട് പോകുന്നത്. അതേസമയം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ സോഴ്സിൽ നിന്ന് ഔട്ട് ഓഫ് ഫേസ് ആയിട്ടൊരു സിഗ്നൽ ആയിരിക്കും നമ്മൾ ഫീഡ്ബാക്കിൽ നിന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ തമ്മിൽ ഡിഫറൻസ് സിഗ്നൽ ആയിരിക്കും ബേസിക് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലൊക്കെ വരിക. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ വർക്കിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ബ്ലോക്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്ന സിഗ്നൽ സോഴ്സ് ആണ്. സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വോൾട്ടേജ് സിഗ്നൽ ആവാം അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കാം. സോഴ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ആവാം അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ആവാം. ഇൻ കേസ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഒരു വോൾട്ടേജ് ആണ് ഇൻപുട്ടിൽ വരണമെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സും കാണും, അതിന് സീരീസ് ആയിട്ട് റെസിസ്റ്ററും കാണും. അതേസമയം കറണ്ട് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് സോഴ്സും കാണും, അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്ററും കാണും. ഇനി നെക്സ്റ്റ് നമുക്ക് സാമ്പിൾ നെറ്റ്വർക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ സിഗ്നൽ സോഴ്സ്, നെക്സ്റ്റ് നമുക്ക് മിക്സഡ് നെറ്റ്വർക്ക് നോക്കാം. മിക്സഡ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ വോൾട്ടേജ് മിക്സിങ്ങും വരാം കറണ്ട് മിക്സിങ്ങും വരാം. വോൾട്ടേജ് മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് സർക്യൂട്ടുമായിട്ട് എങ്ങനെയായിരിക്കും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യിക്കുക. അതേസമയം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഷണ്ട് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് സീരീസ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ. സീരീസ് മിക്സിംഗ് മീൻസ് ഇവിടെ വരുന്ന ആരാണ്? വോൾട്ടേജ് ആണ് വരുന്നത്. സോ അത് ഇങ്ങനെ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യിക്കുക. അതേസമയം കറണ്ട് ആണെങ്കിൽ പാരലൽ ആയിട്ടായിരിക്കും കണക്ഷൻ പോവുക. ഇനി സാമ്പിൾ നെറ്റ്വർക്ക് ആണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഷണ്ട് അഥവാ പാരലലും കറണ്ട് ആണെന്നുണ്ടെങ്കിൽ സീരീസും ആയിരിക്കും. സാമ്പിൾ നെറ്റ്വർക്ക് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാരലൽ ആയിട്ട് അഥവാ ഷണ്ട് ആയിട്ടാണ് എടുക്കുക. ഇനി കറണ്ട് ആണെന്നുണ്ടെങ്കിൽ സീരീസ് ആയിട്ടായിരിക്കും ഫീഡ്ബാക്കിലോട്ട് പോവുക. ദെൻ ഇത് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ഇതൊരു ആംപ്ലിഫയറും ആണ്. സോ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സാമ്പിളിംഗ് ആൻഡ് മിക്സിംഗ് ഫീഡ്ബാക്ക് ടോപ്പോളജി വെച്ചിട്ട് ഇതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യാം. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന ഫോമിലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ടിൽ ആരാണ്? ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ആണ്. ആദ്യത്തെ കേസാണ് പറയുന്നത് ഇതാണ്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ആണ്. ഇൻപുട്ടിലെ കണക്ഷൻ എങ്ങനെയാണ്? ഇൻപുട്ടിലെ കണക്ഷൻ സീരീസ് ആണ്. ഇൻപുട്ടിലെ കണക്ഷൻ സീരീസ് എന്ന് വെച്ചാൽ അവിടെ ആരായിരിക്കും വരുന്നത്?
വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ അവിടുത്തെ കണക്ഷൻ എങ്ങനെയായിരിക്കും? ഷണ്ട് ആയിരിക്കും കണക്ഷൻ. അതുപോലെ ഇനി നമ്മൾ സെക്കൻഡ് കേസ് നോക്കല്ലേ, വോൾട്ടേജ് ഷണ്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജും ഇൻപുട്ടിൽ ഷണ്ട് കണക്ഷനും ആണ്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷണ്ട് കണക്ഷനാണ്. ഇൻപുട്ടിൽ ഷണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ കറണ്ട് ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടായിരിക്കാം സീരീസിൽ. ആ രീതിയിലായിരിക്കും നമ്മൾ നോക്കുക. അതായത് ഈ ഒരു പാരാമീറ്ററും കണക്ഷനും മിക്സ് ആക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും നമ്മൾ നെയിമിങ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന ഫോമിലായിരിക്കും നെയിം ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്കിത് ഓരോന്നും നോക്കാം, ഫീഡ്ബാക്കിൽ എങ്ങനെയാണ് കണക്ഷൻ വന്നിട്ടുള്ളതെന്ന്. ഇങ്ങനെയാണ് ഓരോരോ കണക്ഷൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരാമീറ്ററും കണക്ഷനും ആണ് മിക്സ് ആയിട്ട് നെയിമിങ്ങിൽ വന്നിട്ടുള്ളതെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന ഫോമിലായിരിക്കും നമ്മൾ നെയിമിങ് ചെയ്യുക. അതായത് ഔട്ട്പുട്ടിൽ ഏത് പാരാമീറ്റർ ആണ്, ഇൻപുട്ടിൽ ഏത് കണക്ഷൻ ആണെന്നുള്ളത്. ഇനി നമ്മൾ രണ്ടും കണക്ഷന്റെ ടേമിലാണ് പറയുന്നതെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ഫോമിലായിരിക്കും നമ്മൾ നെയിമിങ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു അതായത് ഈ ഒരു ടോപ്പോളജി വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്ന ടോപ്പോളജിയുടെ മറ്റൊരു പേര് നോക്കാം. ഇതിപ്പോൾ നെയിമിങ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് ഇൻപുട്ട് ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാരാമീറ്ററും ഉണ്ട്, ഒരു കണക്ഷനും ഉണ്ട്. ഇനി രണ്ടും കണക്ഷൻ ടൈമിൽ വരികയാണെങ്കിൽ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നെങ്കിൽ അത് എന്ത് കണക്ഷൻ ആയിരിക്കും? ഷണ്ട് കണക്ഷൻ ആയിരിക്കും. ഇൻപുട്ടിൽ ആരാണ്? സീരീസ് ആണ്. സോ നമുക്ക് ഇതിനെ സീരീസ് ഷണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് കണക്ഷൻ ഔട്ട്പുട്ട് കണക്ഷൻ, ഇൻപുട്ടിൽ സീരീസ് കണക്ഷൻ ഔട്ട്പുട്ടിൽ ഷണ്ട് കണക്ഷൻ. സോ ഇതിനെ സീരീസ് ഷണ്ട് എന്നും നമുക്ക് നെയിമിങ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിനെ നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും പറയാം. കാരണം ഇൻപുട്ടിൽ കൊടുക്കുന്നത് വോൾട്ടേജ് ആണ്, ആംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് വോൾട്ടേജ് ആണ്. സോ നമുക്കിതിനെ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിലും പറയാം. ഇനി നെക്സ്റ്റ് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജും ഇൻപുട്ടിൽ ആരാണ്? ഇൻപുട്ടിൽ കറണ്ടും ആണ് വന്നിട്ടുള്ളത്. സോ വോൾട്ടേജ് സാമ്പിളിംഗ് ഷണ്ട് മിക്സിംഗ്. ഓൾസോ നമുക്ക് ഇതിനെ ഷണ്ട് ഷണ്ട് എന്നും പറയാം. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആണ്, ഇൻപുട്ടിൽ കറണ്ടും ആണ്. ഔട്ട്പുട്ടിൽ അപ്പം നമ്മുടെ ഗെയിൻ എങ്ങനെ എടുക്കുന്നത്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നല്ല എടുക്കുന്നത്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആണ്, ഇൻപുട്ടിൽ കറണ്ടും ആണ്. സോ നമുക്ക് ഇതിനെ എന്ത് പറയാം? ട്രാൻസ് റെസിസ്റ്റൻസ് എന്നും പറയാം. ട്രാൻസ് റെസിസ്റ്റൻസ് എന്നും പറയാം. ട്രാൻസ് റെസിസ്റ്റൻസ് എന്നും പറയാം. നെക്സ്റ്റ് വരുന്ന കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്. കറണ്ട് സീരീസിൽ എന്താണ്? കറണ്ട് സാമ്പിളിങ്ങും സീരീസ് മിക്സിങ്ങും ആണ്. ഇതിനെ നമുക്ക് സീരീസ് ആംപ്ലിഫയർ എന്നും പറയാം. ദെൻ ഇവിടെ എന്താണ് വരുന്നത്? ഔട്ട്പുട്ടിൽ കറണ്ട് ആണ്, ഇൻപുട്ടിൽ വോൾട്ടേജും ആണ്. സോ നമുക്ക് ഇവരെ ട്രാൻസ് കണ്ടക്ടൻസ് എന്നും പറയാം. ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ. ഇത് വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്, ഇത് ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ ആണ്, ഇത് ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ ആണ്. ഇനി ഫൈനലി വരുന്ന കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. ഇത് നമ്മൾ കണക്ഷന്റെ രീതിയിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ഷണ്ട് സീരീസ് എന്ന് പറയും. ഷണ്ട് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയും. ദെൻ കറണ്ട് സാമ്പിളിങ്ങും ഷണ്ട് മിക്സിങ്ങും ആണ്. ഇതിനെ നമുക്ക് കറണ്ട് ആംപ്ലിഫയർ എന്ന് പറയും. കാരണം ഇൻപുട്ടിലും കറണ്ട് ആണ്, ഔട്ട്പുട്ടിലും കറണ്ട് ആണ്. സോ ഇതാണ് 4 ടോപ്പോളജീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓസിലേറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് വരാം. ഓസിലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉള്ള ഡിവൈസ് ആണ്. നമ്മൾ സാധാരണ ലാപ്ടോപ്പിലും സ്മാർട്ട് ഫോൺസിലും പ്രോസസ്സറിലൊക്കെ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റേഡിയോ ആൻഡ് മൊബൈൽ റിസീവേഴ്സിൽ ലോക്കൽ കാരിയർ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഏറ്റവും പ്രത്യേകിച്ച് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട DC സിഗ്നൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഓസിലേറ്ററിന്റെ പ്രത്യേകത. ഇത് ഇൻപുട്ട് ഇല്ലാതെ വർക്ക് ചെയ്യും. സോ ഒരു ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഓസിലേറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഓസിലേറ്റർ എന്ന് പറയാം. ഇതിൽ എ ബീറ്റ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എ ബീറ്റ എന്ന് പറയുന്നത് ഇതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഇത് ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കുന്നത്. ഈ ലൂപ്പ് ഗെയിൻ വെച്ചിട്ടാണ്. ലൂപ്പ് ഗെയിൻ ഓഫ് ദ ഓസിലേറ്റർ എന്ന് പറയും. എ ബീറ്റ എന്ന് വെച്ചാൽ ലൂപ്പ് ഗെയിൻ ഓഫ് ദ ഓസിലേറ്റർ എന്ന് പറയും. ഇതനുസരിച്ചിട്ടാണ് ഇതൊരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിൽ എ ബീറ്റ എന്ന് പറഞ്ഞ വാല്യൂ <1 വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഇതിങ്ങനെ കുറഞ്ഞ് സിഗ്നൽ അവസാനം ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. ദെൻ എ ബീറ്റ >1 ആണെന്നുണ്ടെങ്കിൽ സ്മോൾ സിഗ്നൽസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് പിന്നെ ഇങ്ങനെ ഇൻക്രീസ് ആംപ്ലിഫൈഡ് ആയിട്ട് പോകും. അതേസമയം എ ബീറ്റ = 1 ആകുമ്പോഴത്തേക്ക് ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻസ് നമുക്ക് കിട്ടും. സോ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ആംപ്ലിഫയറും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും കൊടുത്താൽ ഉടനെ അതങ്ങ് ഓസിലേറ്റർ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനാണ് ഈ പറയുന്ന ലൂപ്പ് ഗെയിൻ എ ബീറ്റയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്
1 ആയിരിക്കണം. അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ABTയുടെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇതൊരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യൂ. ഈ ക്രൈറ്റീരിയസ് നമ്മൾ ബർഖൗസൻ ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ ഓസിലേറ്റർ ശരിക്കും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇൻപുട്ട് ഒന്നും നമ്മൾ കൊടുക്കേണ്ട, വെറുതെ DC സിഗ്നൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെ ശരിയാവും? ഇൻപുട്ട് ഇല്ലാതെ എങ്ങനെയാണ് ഇത് ഔട്ട്പുട്ട് നൽകുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ചുറ്റും നമുക്ക് എന്താണ് തെർമൽ നോയ്സ് ഉണ്ട്. എല്ലാ സർക്യൂട്ടിലും തെർമൽ നോയ്സ് ഉണ്ട്. ഈ തെർമൽ നോയ്സിൽ ഓൾ ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി കമ്പോണൻസ് കാണും. എന്ന് പറഞ്ഞാൽ എ ഫ്യൂ ഹെർട്സ് മുതൽ ഇവൻ ജിഗാ ഹെർട്സ് വരെ, ഹെർട്സ് മുതൽ ജിഗാ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി കമ്പോണൻസ് തെർമൽ നോയ്സിനകത്ത് ഉണ്ടാവും. സോ നമ്മൾ ഇതെല്ലാം ഈ തെർമൽ നോയ്സ് ആണ് ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് കയറുന്നത്. ഇൻപുട്ട് ആയിട്ട് കയറുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും എന്താവും? ആംപ്ലിഫൈഡ് ആവും. ഹെർട്സിലുള്ള ആളും ജിഗാ ഹെർട്സിലുള്ള എല്ലാവരും ആംപ്ലിഫൈഡ് ആവും. നോയ്സ് എല്ലാവരും ആംപ്ലിഫൈഡ് ആവും. ദെൻ എന്നിട്ട് ഇതിന്റെ ഒരു പോർഷൻസ് നമ്മളെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കോട് വരുമല്ലോ. ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് നെറ്റ്വർക്കും കൂടിയാണ്. സോ നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിന് മാത്രം ഇൻ ഫേസും ബാക്കി എല്ലാ സിഗ്നലിനെ ഔട്ട് ഓഫ് ഫേസും ആക്കും. അങ്ങനെ ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഔട്ട് ഓഫ് ഫേസ് ഉള്ളവരെല്ലാവരും ക്യാൻസൽ ആയി പോവുകയും ഇൻ ഫേസ് ഉള്ളത് മാത്രം ഇങ്ങനെ ഈ ഒരു ആംപ്ലിഫയറിലോട്ട് കയറുകയും ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവില്ലേ. സോ നമുക്ക് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഫ്രീക്വൻസി കിട്ടിയത് തെർമൽ നോയ്സിൽ നിന്നും നമുക്ക് ആവശ്യമായി നമുക്ക് വേണ്ട ഫ്രീക്വൻസി ഏതാണോ അത് നമ്മൾ ഫ്രീക്വൻസി സെലക്റ്റീവ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് അതിനെ മാത്രം ഇൻ ഫേസും ബാക്കിയുള്ളതിനെ ഔട്ട് ഓഫ് ഫേസും ആക്കി മാറ്റിയിട്ട് നമുക്ക് വേണ്ട ഡിസൈഡ് ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ഇത് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A > 1 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും ഇത് ആദ്യം വർക്ക് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? A > 1 ആകുമ്പോഴത്തേക്ക് ഈ സിഗ്നൽ ഇങ്ങനെ ഇൻക്രീസ് ആംപ്ലിഫൈഡ് ആയിക്കൊണ്ടേ ഇരിക്കില്ലേ. ഇങ്ങനെ ആംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള വോൾട്ടേജ് ലെവൽ എത്തുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വേണ്ടത് 10 വോൾട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആംപ്ലിഫൈ 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് എപ്പോഴാണ് 10 വോൾട്ട് അറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ എന്താവും? കണ്ടീഷൻ മാറും. ആ സെക്കൻഡിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് A = 1 ആയിട്ട് മാറും. സോ അങ്ങനെയാണ് നമുക്ക് വേണ്ട ഡിസൈഡ് ഫ്രീക്വൻസിയും ഡിസൈഡ് വോൾട്ടേജും സെലക്ട് ചെയ്യുന്ന യൂസിങ് ഓസിലേറ്റർ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് RC ഓസിലേറ്റർ ഉണ്ട്, LC ഓസിലേറ്റേഴ്സ് ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉണ്ട്. നമുക്കിനി കുറച്ച് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രം ടാങ്ക് സർക്യൂട്ട് പോർഷൻ മാത്രം നോക്കിയത് ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അത് CE ആംപ്ലിഫയർ പോലെ. ദെൻ ഇതിൽ കപ്ലിംഗ് കപ്പാസിറ്റർ, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ദെൻ ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കളക്ടർ റെസിസ്റ്റർ ഉണ്ട്, എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്, ദെൻ ബേസിൽ വോൾട്ടേജ് ഡിവിഷൻ ആയിട്ടുള്ള R1 ആൻഡ് R2 ഉണ്ട്. ഇനി ടാങ്ക് സർക്യൂട്ടിൽ ഇവർ എങ്ങനെയാണ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു, അപ്പോൾ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ്ഡ് ആവും. കപ്പാസിറ്റർ ചാർജ് ആയിട്ട് മാക്സിമം കപ്പാസിറ്റർ ചാർജ് ആകുന്ന സമയത്ത് മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ഈ ഇൻഡക്ടേഴ്സിന് അക്രോസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കാരണമാണ് അവിടെ ഒരു ഡാംപ്ഡ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടാങ്ക് സർക്യൂട്ട് ഒരു 180 ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു 180 ഫേസ് ഷിഫ്റ്റ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മൾ ട്രാൻസിസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ടോട്ടലി ഔട്ട്പുട്ടിൽ നമുക്ക് 360 ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ നമ്മുടെ ഈ ഒരു ടാങ്ക് സർക്യൂട്ടിന്റെ കണക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ ഹാർട്ട്ലി ഓസിലേറ്റർ ടാങ്ക് സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത്? രണ്ട് ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ടും അതിന് അക്രോസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ പാരലൽ ആയിട്ടുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടുന്ന് നമ്മളിങ്ങനെ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഇതിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഫീഡ്ബാക്കും പോയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഇതിന്റെ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർട്ട്ലി ഓസിലേറ്റർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഹാർട്ട്ലി ഓസിലേറ്റർ എങ്ങനെയായിരുന്നു? രണ്ട് ഇൻഡക്ടർ ഇങ്ങനെ സീരീസ് ആയിട്ട് വന്നിട്ട് അതിന് പാരലൽ ആയിട്ട് കപ്പാസിറ്റർ ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ്, രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് വന്നിട്ട് അതിന് പാരലൽ ആയിട്ട് ഇൻഡക്ടർ ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ ഓൺ ആക്കുന്ന സമയത്ത് IC കറണ്ട് കൂടുന്നു, ആ സമയത്ത് ഈ C1 C2 ചാർജ് ആവാൻ തുടങ്ങുന്നു. അവർ മാക്സിമം വാല്യൂയിൽ എത്തുന്ന സമയത്ത് അത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ചാർജിങ് ഡിസ്ചാർജിങ് ആണ് ഇവിടെ ഡാംപ്ഡ് ഓസിലേഷൻസിന് കാരണമായി
ആയിട്ട് വരുന്നത്. ദെൻ വാല്യൂ ഓഫ് C1 ഉം C2 നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം എടുക്കാൻ. കാരണം ഫീഡ്ബാക്ക് റേഷ്യോ, അതായത് ഔട്ട്പുട്ടിന്റെ എത്രമാത്രം പോർഷൻ തിരിച്ച് ഫീഡ്ബാക്ക് ആയിട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ C1ന്റെയും C2ന്റെയും വാല്യൂ ആയിരിക്കും, ഈ ഒരു റേഷ്യോ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ഒരുപാട് ഒരു ലാർജ് പോർഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ഫീഡ്ബാക്ക് ആയിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആവും. അതേസമയം വളരെ കുറച്ച് പോർഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ആണ് തിരിച്ചു പോകുന്നതാണെങ്കിൽ അതൊരു ഓസിലേഷൻസിൽ റെക്കോർഡ് ആവുകയില്ല. സോ ഒരു പർട്ടിക്കുലർ സർട്ടൻ എമൗണ്ട് ഓഫ് ആ ഒരു വാല്യൂ തന്നെ C1 C2 നമ്മൾ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യണം. ദെൻ ബാക്കി ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ട്രാൻസിസ്റ്റർ ഉണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററും ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, ഫീഡ്ബാക്ക് റെസിസ്റ്റർ കളക്ടർ റെസിസ്റ്റർ ഉണ്ട്, എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്, ദെൻ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ഔട്ട്പുട്ട് വന്നിട്ട് ഇവിടെ വന്ന് കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ ചാർജ് ആവുന്നു. ദെൻ ഇതിന്റെ സെന്ററിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഇത് മാക്സിമം ചാർജ് ആവുന്ന സമയത്ത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ബേസിലോട്ടും പോകുന്നുണ്ട്. ഇനി ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സിമ്പിൾ ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ രണ്ട് ബ്രാഞ്ചസ് ആണ്. ഒരു ബ്രാഞ്ചിൽ CM ഇക്വലന്റ് കപ്പാസിറ്റർ CM കാണും, മറ്റേ ബ്രാഞ്ചിൽ RLC സർക്യൂട്ടും കാണും. ഇതിന് 2 കേസസ് ആണുള്ളത്, വൈബ്രേറ്റ് ചെയ്യുന്ന കേസും വൈബ്രേറ്റ് ചെയ്യാത്ത കേസും. ഇത് വൈബ്രേറ്റ് ചെയ്യാത്തപ്പോൾ എന്തായിരിക്കും, ഇതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു CM ആയിരിക്കും. അതേസമയം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു RLC ട്യൂൺഡ് സർക്യൂട്ട് കണക്ക് ആക്ട് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു RLC ട്യൂൺഡ് സർക്യൂട്ട് കണക്ക് ആക്ട് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാത്തപ്പോൾ CM-ന് ഈക്വൽ ആയിരിക്കും. ദെൻ ഈ കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ടു ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഉള്ളത്. സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി ഉണ്ട്, പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി ഉണ്ട്. എപ്പോഴാണ് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി സംഭവിക്കുന്നത്? റിയാക്ടൻസ് ഓഫ് ഇൻഡക്ടൻസസ് ഈക്വൽ ടു റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റൻസ് ഈക്വൽ ആവുന്ന സമയത്താണ് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി സംഭവിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഇംപിഡൻസ് ഓഫ് ദി ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു R ആയിരിക്കും. ആ സമയത്തുള്ള ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ F is equal to 1/2π√LC ആയിരിക്കും. ഇതൊക്കെ എപ്പോഴാണ് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി ആകുമ്പോൾ. സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി എപ്പോഴാണ് സംഭവിക്കുന്നത്? റിയാക്ടൻസ് ഓഫ് ഇൻഡക്ടൻസ് ഈക്വൽ ടു റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റൻസ് ആവുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ഓഫ് ദി ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു R ആയിരിക്കും. ദെൻ ഫ്രീക്വൻസി ഓസിലേഷൻസ് F is equal to 1/2π√LC ആയിരിക്കും. ഇനി പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ RLCയുടെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു CM-ന്റെ റിയാക്ടൻസിന് ഈക്വൽ ആവുന്ന സമയത്താണ്. ഈ സമയത്ത് ക്രിസ്റ്റൽ എന്ന് പറയുന്ന വെരി ഹൈ ഇംപിഡൻസ് ആയിരിക്കും ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് ഓഫർ ചെയ്യുന്നത്. ഈ സമയത്തുള്ള ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് FP എന്ന് പറയുന്നത് എന്താണ്? 1/2π√LCT. ഇവിടെ LC വരും, ഇവിടെ CT വരും. ഇത് മാത്രമേ വേരിയേഷൻ ഉള്ളൂ. അവിടെ ഈ CT എന്ന് പറയുന്നത് C into CM divided by C plus CM ആയിരിക്കും. രണ്ടിടത്തും ഫ്രീക്വൻസി 1/2π√LCയും LCTയും ആണ്. ഈ സിയുടെ വേരിയേഷൻ ഉള്ളൂ. ഇവിടുത്തെ C എന്ന് പറയുന്നത് ഈ സിയും, ദെൻ ഇവിടെ CT എന്ന് ഉദ്ദേശിക്കുന്നത് C into CM/C plus CM ആയിരിക്കും. സോ ഇതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. RC ഓസിലേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന ആരായിരിക്കും? RC നെറ്റ്വർക്ക് ആയിരിക്കും ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ട്യൂൺഡ് സർക്യൂട്ട് ഒക്കെ പറഞ്ഞില്ലേ, ആ സ്ഥാനത്ത് ഒരു കപ്പാസിറ്ററിന്റെയും ഒരു റെസിസ്റ്ററിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ഈ ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും ഈ ഒരൊറ്റ കോമ്പിനേഷൻ 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തുമാത്രം ഫേസ് ഷിഫ്റ്റ് വേണം? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേണം. കാരണം എന്താണ്? നമ്മുടെ സിയില് നമ്മുടെ ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കും കൂടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ഔട്ട്പുട്ടിൽ 360 ഡിഗ്രി ആവുള്ളൂ. സോ ഒരു സെറ്റ് ഓഫ് നെറ്റ്വർക്ക്, ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ഉള്ള ഒരു സെറ്റ് 60 ഡിഗ്രി നമുക്ക് ഫേസ് ഷിഫ്റ്റ് തരുമെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. അതുപോലെ 3 എണ്ണം ചേരുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ആവും. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈപാസ് കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ വരെ ഇവിടെ ഈ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ദെൻ റെസിസ്റ്റർ, കളക്ടർ റെസിസ്റ്റർ, എമിറ്റർ റെസിസ്റ്റർ, ദെൻ ഇവിടെ ഒരു ബേസ് റെസിസ്റ്ററും വരുന്നു. ദെൻ ട്യൂൺഡ് സർക്യൂട്ടിന് പകരം, അതായത് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് പകരം ഇവിടെ എന്താ? ടാങ്ക് സർക്യൂട്ട്, ടാങ്ക് സർക്യൂട്ടിന് പകരം ഇവിടെ എന്താ വരുന്നത്? ഇവിടെ RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ആയിരിക്കും വരുന്നത്. ഓരോ സെറ്റും 60 ഡിഗ്രി വെച്ച് 3 സെറ്റാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ എടുക്കുന്ന എല്ലാ ആറും സെയിം വാല്യൂ, എല്ലാ സിയും സെയിം വാല്യൂ ആയിരിക്കും. ദെൻ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2πRC ഇൻറ്റു √2n ആയിരിക്കും. ഇവിടെ R എന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ, C എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ, ദെൻ ഈ പറയുന്ന N എന്ന് പറയുന്നത് നമ്പർ ഓഫ് RC ഫീഡ്ബാക്ക് സ്റ്റേജസ് ആണ്. ഇവിടെ ഇപ്പം നമ്മൾ 3 ആണ് N-ന്റെ വാല്യൂ. എത്ര സ്റ്റേജസ് യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓസിലേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഓസിലേറ്റർ, ഓസിലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ലൂപ്പ് ഗെയിൻ, ദെൻ അതിന്റെ ബർഫേഴ്സൺ ക്രൈറ്റീരിയ, എങ്ങനെ ഇൻപുട്ട് ഇല്ലാതെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ദെൻ ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് ഒക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ ഹാർട്ട്ലി, കോൾപിറ്റ്സ്, ക്രിസ്റ്റൽ, RC എന്ന് പറയുന്ന 3 ഓസിലേറ്റേഴ്സിനെ കുറിച്ചും അതിന്റെ ഓവറോൾ ആണ് ഡിസ്കസ് ചെയ്ത്. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ല, എന്നാലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇപ്പോൾ റിവിഷൻ എന്ന രീതിയിൽ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസ് നിങ്ങൾ ഒന്നുകൂടി പോയി കാണുക. സോ താങ്ക് യു.